ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യലായിട്ടുള്ള ഒരു മധുര പച്ചടിയുടെ റെസിപ്പി കാണാം. പൈനാപ്പിൾ വെച്ച് നല്ല എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാവുന്ന ഒരു പച്ചടിയാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നതിനായി ഒരു മീഡിയം സൈസിലുള്ള പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയും നടുഭാഗത്തുള്ള കൂഞ്ഞിലും കളഞ്ഞ ശേഷം ഇതുപോലെ ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളെടുത്ത പൈനാപ്പിളിൻ്റെ ഒരു 1/4 ഭാഗമാണ് കേട്ടോ ഉള്ളത്. ബാക്കി വരുന്ന ഒരു 1/4 ഭാഗമാണിത്. ഇനി ഇത് ഒന്ന് അരച്ചെടുക്കണം. അതിനായി ഒരു മിക്സി ജാറിലേക്ക് ഇതിട്ട് കൊടുത്ത ശേഷം ഒന്ന് അരച്ചെടുക്കാം. ദേ ഇതുപോലെ ഒന്ന് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പച്ചടിയിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ആദ്യം തന്നെ അരപ്പുണ്ടാക്കണം. അതിനായി 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും 1/4 ടീസ്പൂൺ കടുകും വേപ്പിലയും ചേർത്ത ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല, ഇതുപോലെ കുറച്ച് തരിയോട് കൂടി എന്ന പോലെ വേണം പച്ചടി ഉണ്ടാക്കുമ്പോൾ അരച്ചെടുക്കാൻ. പച്ചക്കടുക് ഇട്ട് അരയ്ക്കുന്നത് കൊണ്ട് കടുകിൻ്റെ ഒരു ഫ്ലേവർ ഈ അരപ്പിൽ മുന്നിട്ട് നിൽക്കും കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റും. ഇനി വേണ്ടത് തൈരാണ്. 1/4 കപ്പ് അളവിൽ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബീറ്ററോ ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് നല്ലപോലെ കട്ടയൊന്നുമില്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം. ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല പുളിയുള്ള തൈരാണ് ഉള്ളതെങ്കിൽ അതനുസരിച്ച് 1/2 കപ്പ് എടുത്താലും മതി. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ആദ്യം ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2-3 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കാൻ വയ്ക്കാം. ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 10 മിനിറ്റ് സമയം കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടെ ഒന്ന് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തോളൂ. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളം കൂടാതെ പൈനാപ്പിളിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് വറ്റി വരുന്നത് വരെ വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. വെള്ളം കുറച്ച് വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഇനി ശർക്കര ചേർക്കാം. ഞാനിപ്പോൾ ഒരു പകുതി അച്ച് ശർക്കര ഇതുപോലെ നുറുക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ചേർക്കുമ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അളവ് കൂട്ടിയോ കുറച്ചോ ചേർക്കാവുന്നതാണ്. ശർക്കര ചേർക്കുന്നതിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ കണ്ടോ, ശർക്കര മെൽറ്റായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പേസ്റ്റ് ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെക്കേണ്ടതില്ല കേട്ടോ. ഒരു 3-4 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും കറി ഒന്ന് കുറുകി വന്ന് തുടങ്ങും. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത ശേഷം ഇനി ഈ അരപ്പ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് ചൂടാക്കി തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ അരപ്പൊക്കെ ഒന്ന് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കണം. തൈര് ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തൈര് ചേർത്ത ശേഷം തിളപ്പിക്കേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തൈര് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ സമയത്ത് തന്നെ ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തോളൂ. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അതിനായി ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകും 3 വറ്റൽമുളകും വേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി റെഡി. അപ്പോൾ ഇത്തവണത്തെ വിഷുവിന് സദ്യ ഒരുക്കുമ്പോൾ പൈനാപ്പിൾ പച്ചടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. തലേ ദിവസം തന്നെ നമുക്കിത് ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.